സ്വഹീഹായ എല്ലാവരും അംഗീകരിക്കുന്ന ഇമാം തിർമിദി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നോക്കൂ. ജലസ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തളിറൂനഹു ഖാല ഫഖറജ ഹത്താ ഇദാ സമിഅഹു. ഇങ്ങനെ തുടങ്ങി നീണ്ടുപോകുന്നു. സഹോദരൻ, ആരാണ് പറഞ്ഞിട്ടുള്ളത് ഇമാം തിർമിദി ഉദ്ധരിച്ച മുഴുവൻ ഹദീസുകളും സ്വഹീഹാണ്? മുഹദ്ദിസീങ്ങൾക്കിടയിൽ ഇജ്മാ ഉള്ള വല്ല വിഷയമാണോ? ഇല്ല. ഇമാം തിർമിദിയുടെ ഹദീസുകളിൽ സ്വഹീഹായ ഹദീസുകളോടൊപ്പം തന്നെ ദഅഫുള്ള ദുർബലതയുള്ള ഹദീസുകളുണ്ട് എന്നുള്ളത് ഹദീസിൽ ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇയാൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് സഹാബികൾ മുൻകഴിഞ്ഞ അമ്പിയാക്കളെ കുറിച്ചിട്ടൊക്കെ പുകഴ്ത്തി പറയുന്നത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചിട്ടൊക്കെ പുകഴ്ത്തി പറയുന്ന ഈ ഹദീസ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അത് ദുർബലതയുള്ള ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പറയാം. ഈ ഹദീസ് സ്വഹീഹാണെന്ന് വന്നാൽ പോലും ശേഷം ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അത് തെളിവല്ല. സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹുവിന് റസൂൽ തങ്ങൾ മദ്ഹ് പറയാൻ ആശീർവാദം കൊടുത്തതും നാട്ടിൽ പോയി പാടാൻ പറഞ്ഞതുമായ ഒരു സംഭവം ഹാഫിദ് ഇബ്നു കത്തീർ സൂചിപ്പിക്കുന്നുണ്ട്. അത് ആരാണ് ഇവിടെ എതിർക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ പറയാത്ത, അതിൽ സന്തോഷിക്കാത്തതായ ഏത് മുസ്ലിമാണ് ഉണ്ടാവുക? ഒരിക്കലും ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുന്ന് അറിയിച്ചു തന്നിട്ടുള്ള ശ്രേഷ്ഠതകളെ കുറിച്ചിട്ടോ അവിടുന്ന് അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ പറയാൻ പാടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനുവേണ്ടി പ്രത്യേക സദസ്സുകളും ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള മജ്ലിസുകളും മറ്റുമൊക്കെ നിശ്ചയിക്കാൻ അത് ആരാണ് ദീനുൽ ഇസ്ലാമിൽ നിങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുള്ളത്? നിങ്ങൾ പറയേണ്ടതുണ്ട്. സ്വഹാബികൾ ഒരു തവണ അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? സ്വഹാബികൾ വർഷാവർഷം വേണ്ട മാസം എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മദ്ഹ് പറയാൻ അവർ മജ്ലിസുകൾ ഉണ്ടാക്കിയിരുന്നു, മൗലിദ് സദസ്സുകൾ ഉണ്ടാക്കിയിരുന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇതുപോലെ റസൂലിന്റെ മദ്ഹ് പാടുന്നതും പറയുന്നതുമായ ഒരു സംഭവം മാത്രമാണ് ഈ മൗലിദ്. ഇവർ മദ്ഹ് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. മങ്കൂസ് മൗലൂദിൽ ബൈത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലാ കഅഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, ഞാൻ ഒരുപാട് പാപങ്ങൾ, കണക്കില്ലാത്ത പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ പാപങ്ങളോട് ആവലാതി പറയാൻ താങ്കളെ ഉള്ളൂ ഖൈറൻ നബി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ആവശ്യം പറയാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചത് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അള്ളാഹുവിനെ കുറിച്ചിട്ട് അവർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. എന്നാൽ ഇവരുടെ മാല മൗലൂദുകളിൽ സഹോദരങ്ങൾ അങ്ങനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്, നേരിട്ട് സഹായം തേടുകയാണ്. എന്നിട്ട് അള്ളാഹിനോട് ചോദിക്കേണ്ട എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ, പാപമോചനമാകട്ടെ പോലെയുള്ള കാര്യങ്ങളാകട്ടെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ചോദിക്കുകയാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ നസാറാക്കൾ പുകഴ്ത്തിയതിൻ്റെ മറ്റൊരു രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെയുള്ള മൗലൂദ് കഴിക്കാൻ ഇവന് ഈ ഹദീസ് തെളിവാക്കണം അത്രേ. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഈ ഹദീസ് ഉണ്ടായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഹദീസ് ലഭിച്ച ഇമാം തിർമിദി ഏതെങ്കിലും ഒരു റബീഉൽ അവൽ 12-ന് ഒരു മൗലിദിന്റെ മജ്ലിസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു റബീഉൽ അവൽ 12-ന് ഇവിടുന്ന് ഒരു നബിദിനം കഴിച്ചിട്ടുണ്ടോ? ചെറിയ രീതിയിലെങ്കിലും അല്ലെ. സമസ്തയുടെ അടുത്തുള്ള അത്ര ഫണ്ടൊന്നും ചിലപ്പോൾ മുഹദ്ദിസീങ്ങളുടെ അടുക്കലും സഹാബികളുടെ അടുക്കലൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വലിയ ഘോഷയാത്രയും പരിപാടിയൊന്നും അവർ നടത്തിയിട്ടുണ്ടാവുകയില്ല. എന്നാൽ അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു കാരക്ക ഉണ്ടെങ്കിലും കാരക്കച്ചീളം ഉണ്ടെങ്കിലും അവർ നടത്തിയിട്ടുണ്ടോ? ഈ പറയുന്ന ഏതെങ്കിലും ഒരു മുഹദ്ദിസ് നിങ്ങൾക്ക് നടത്തിയത് കാണാൻ പറ്റുമോ? ഇമാം ബുഖാരിയോ മുസ്ലിമോ തിർമിദിയോ നസായിയോ ഇബ്നു മാജയോ ആരെങ്കിലും? ഇനി അതിനു മുമ്പുള്ള 4 അയിമ്മത്തുകൾ നമ്മൾ ഷാഫി മദ്ഹബിന്റെ ആളുകളാണെന്ന് പറയുന്നു. ആ രൂപത്തിൽ മദ്ഹബിന്റെ ഇമാമിങ്ങളെ ആ രൂപത്തിൽ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നു. ഏതെങ്കിലും ഒക്കെ ഒരു മദ്ഹബിന്റെ 4 മദ്ഹബിന്റെ ഒരു ഇമാമിനെ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് സ്വഹാബികളിൽ ഒരാൾ പോലും കഴിച്ചിട്ടില്ല? ഒരാളെങ്കിലും, ഒരു സ്വഹാബിയെങ്കിലും ഒരു റബീഉൽ അവൽ 12-ന് ഒരു നബിദിനം കഴിക്കുന്ന ഒരവസ്ഥ അവർ ചെയ്തിട്ടുണ്ടോ? അല്ല, നബിദിനം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ടെക്നോളജി പരമായി കണ്ടുപിടിച്ച് ചെയ്യേണ്ട വല്ല കാര്യമാണ്. അവർക്ക് മസ്ജിദുൻ നബവി ഉണ്ട്, അവർക്ക് ഈ പറയുന്ന മജ്ലിസ് നടത്താം, അവിടെ റാലി മദീനത്ത് നടത്താം, അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാം, അല്ലേ? അവർക്ക് നടത്താമല്ലോ. ഈ പറയുന്ന ഒരുപാട് ആളുകൾ ഉദ്ധരിച്ചല്ലോ. ഇബ്നു കസീറിനൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഒക്കെ നമ്മളെല്ലാം നമ്മൾ തഫ്സീറിലൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥമൊക്കെ നമ്മുടെ അടുത്തുണ്ട് എന്നൊക്കെ പറയാൻ ഉദ്ധരിക്കുന്നത്. ഇവരാരെങ്കിലുമൊക്കെ നബിദിനം കഴിക്കുന്നതായിട്ട്, നബിദിനം കഴിക്കണം എന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റിയോ? നിങ്ങൾ ഇന്നൊരു ഗ്രന്ഥം സുയൂത്തിയുടെ ഉദ്ധരിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ധരിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാൻ പറ്റുന്നില്ല? ഇങ്ങനെ അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് തെളിവാക്കാൻ പരിശ്രമിക്കുകയാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്നതിന് വലിയ മറുപടി പറയേണ്ടി വരും എന്ന് ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് ഏവർക്കും നൽകുമാറാകട്ടെ.